വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിൽ നിലപാടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗം ഡൽഹിയിൽ ആരംഭിച്ചു. ബില്ല് തിടുക്കപ്പെട്ട് കൊണ്ടുവരേണ്ടതില്ലെന്നും സർവകക്ഷി യോഗം വിളിക്കണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം ചേരുന്നത്. CPIM, CPI, RJD അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്നും. അരവിന്ദ്, ഈ മണ്ഡല പുനർനിർണയമാണ് യഥാർത്ഥ ലക്ഷ്യം, മറിച്ച് സ്ത്രീ സംവരണമല്ല കേന്ദ്രത്തിൻ്റേത് എന്നുള്ളൊരു വലിയ ആരോപണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തൊക്കെയാണ് ഈ യോഗവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? അമലസിത, യോഗം ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പുരോഗമിക്കുകയാണ്. 20 പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. ബില്ല് കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിലേക്ക് കൊണ്ടുവരാൻ പോകുമ്പോൾ ശക്തമായ പ്രതിഷേധം ഉയർത്തുവാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് വനിതാ സംവരണമല്ല, മറിച്ച് മണ്ഡല പുനർനിർണയ അടക്കമുള്ള വ്യവസ്ഥകൾ ഇതിലേക്ക് ഉൾപ്പെടുത്തുമ്പോഴാണ് ആശങ്കയുണ്ടാകുന്നത്. 2023 വനിതാ സംവരണം ഒറ്റക്കെട്ടായി പ്രതിപക്ഷം പാസാക്കിയതാണ്. പക്ഷേ ഇത്രയും കാലതാമസം നടത്തിക്കൊണ്ടാണ് കേന്ദ്രം ഒരു നീക്കം നടത്തിയത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു വേളയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചില നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വനിതാ സംവരണ ഭേദഗതി ബില്ല് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതെന്ന ആരോപണം പ്രധാനമായും പ്രതിപക്ഷം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. യോഗത്തിൽ ഓരോ പാർട്ടികളും അവർക്കുണ്ടാകുന്ന ആശങ്കകൾ അത് കൃത്യമായി തന്നെ ഉയർത്തി കാണിക്കുകയാണ്. നാളെ പാർലമെന്റിൽ ശക്തമായി തന്നെ ഈ വിഷയത്തെ എതിർക്കുവാനും പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും വനിതാ സംവരണമല്ല, മറിച്ച് മണ്ഡല പുനർനിർണയം അടക്കമുള്ള വ്യവസ്ഥകളെയായിരിക്കും പ്രതിപക്ഷം എതിർക്കുക. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ മാധ്യമങ്ങളെ കാണുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടി നമുക്കറിയാം, നേരത്തെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ പല യോഗങ്ങളും ഡൽഹിയിൽ നടന്നിരുന്നു. അന്ന് തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ ആം ആദ്മി പാർട്ടി ആകട്ടെ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. പക്ഷേ ഇന്ന് ഈ യോഗം നടക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും പ്രതിനിധികൾ കൂടി ഈ യോഗത്തിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം ബംഗാളിൽ രാഹുൽ ഗാന്ധി അടക്കം തൃണമൂൽ കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനം ഉയർത്തിയിരുന്നു. പക്ഷേ അത്തരം സാഹചര്യം നിലനിൽക്കുമ്പോഴും തൃണമൂൽ കോൺഗ്രസ് ഒരു പ്രതിനിധിയെ, സാഗരിക ഘോഷാണ് തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി ഇവിടെ പങ്കെടുക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടി തൃണമൂൽ കോൺഗ്രസ് പങ്കെടുക്കുന്നത് ഈ ബില്ലിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുകയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അടക്കം വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെ എന്നതാണ് ഇപ്പോൾ പാർട്ടി യോഗത്തിൽ ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നാളെ ഇതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇതൊരു ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. അതുകൊണ്ട് തന്നെ 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ കേന്ദ്ര സർക്കാരിന് ബില്ല് പാസ്സാക്കാൻ കഴിയൂ. 543 ലോക്സഭയിലെ മൊത്തം അംഗസംഖ്യ എന്ന് പറയുന്നത്. 540 നിലവിലെ അംഗങ്ങളുടെ എണ്ണം. അപ്പോൾ 361 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ലോക്സഭയിൽ ഈ ബില്ല് കേന്ദ്ര സർക്കാരിന് പാസ്സാക്കാൻ സാധിക്കുക. നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർക്കുകയാണെങ്കിൽ ബില്ല് പാർലമെന്റ് പാസ്സാകില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കാരണം ഈ ബില്ലിനെ പ്രതിപക്ഷം എതിർക്കുകയാണെങ്കിൽ വനിതാ സംവരണത്തെ പ്രതിപക്ഷം എതിർക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനെ എങ്ങനെ പ്രതിരോധിക്കണം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പ്രതിപക്ഷം ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. ഇതുകൂടാതെ തന്നെ നിലവിലെ ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം 540 എന്ന എണ്ണത്തിൽ വച്ചുകൊണ്ട് വനിതാ സംവരണം നടത്തിക്കൂടെ എന്ന ചോദ്യം കൂടി പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളടക്കം നാളെ കൃത്യമായി പാർലമെന്റിൽ വരുമ്പോൾ ഉന്നയിക്കുവാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടുന്ന സന്ദേശം തന്നെയാണ് ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 12 മണിക്ക് ഈ യോഗത്തിന് അല്പസമയം മുമ്പ് കോൺഗ്രസിന്റെ യോഗവും ചേർന്നിരുന്നു. കൃത്യമായ നിലപാട് കോൺഗ്രസ് അതിൽ ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യ സഖ്യത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അടക്കം പങ്കെടുക്കുന്ന യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവസാന നിമിഷങ്ങളിലേക്ക് യോഗം കടന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ട് നാളെ സ്വീകരിക്കുന്ന നിലപാട് വ്യക്തമാക്കും. അമൽ, അസിത. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി ലോക്സഭയിൽ രാജ്യസഭയിലൊക്കെ ഇതിനെതിരായി നിൽക്കുമോ എന്നുള്ളത് എന്തായാലും കണ്ടറിയേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.